പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനും അടിസ്ഥാന സൗകര്യമോ സുരക്ഷിതത്വമോ വാഹനങ്ങൾക്ക് ഒരുക്കാത്തതിനുമെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച 11 മണിക്ക് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശ്യാം ഉദ്ഘാടനം ചെയ്തു. സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. പ്രതിഷേധം അധികാരികളെ അന്ധന്മാരെ ജനങ്ങളെയാകെ കൊള്ളയടിക്കും. അനധികൃത പാർക്കിംഗ് ഫീസ് പിൻവലിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. പ്രതിഷേധം പാർക്കിംഗ് ഫീസിൻ പേര് പറഞ്ഞ് ബന്ധങ്ങളെ പോലും നിർണ്ണയിക്കുന്നതിൽ പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നിരവധി യാത്രക്കാർ, റെയിൽ ഗതാഗതത്തെ ആശ്രയിക്കുന്ന നിരവധി യാത്രക്കാരുടെ ഏക അത്താണിയാണ് ഈ മലയോര പട്ടണമായിട്ടുള്ള പുനലൂർ റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ ഈ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൈനംദിന യാത്രയ്ക്കായി എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് അവരുടെ വാഹനങ്ങൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കുവാൻ റെയിൽവേ തയ്യാറാവുന്നില്ല എന്നിടത്താണ് നമ്മുടെ പ്രതിഷേധത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ ബൈക്കുകളെല്ലാം ഒരു ഷെഡിന്റെ പോലും തണലില്ലാതെ നനഞ്ഞ് നശിക്കുന്ന കാഴ്ചയാണ് നിരന്തരമായി നമ്മൾക്ക് കാണാനുള്ളത്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും വർദ്ധിക്കാത്ത അവസരത്തിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 10 രൂപ പാർക്കിംഗ് ഫീസ് ബൈക്കിന് മേടിക്കുമ്പോൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ വെറും തറയിൽ പാർക്ക് ചെയ്യുന്നതിന് 15 രൂപയാക്കി 6 മണിക്കൂറിന് ശേഷമുള്ള പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് പറയുവാനുള്ളത്. ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ, സെക്യൂരിറ്റി ഒന്നുമില്ലാതെ ഇവിടെ വൈകുന്നേരങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുമ്പോൾ ആ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ ദൈനംദിനമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സുരക്ഷിതത്വം വാഹനങ്ങൾക്ക് ഉറപ്പുവരുത്താതെ, ഒരു അടിസ്ഥാന സൗകര്യങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ യാത്രക്കാർക്ക് ഉറപ്പുവരുത്താതെ, ഒരു മാനദണ്ഡവുമില്ലാതെ അനധികൃതമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച, അനാവശ്യമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച റെയിൽവേയുടെ നടപടി ശക്തമായ പ്രതിഷേധത്തിലൂടെ തിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. ഈ ശക്തമായ പ്രതിഷേധത്തിന്റെ ആദ്യ സൂചന എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഇടപെടുകയാണ്. മധുര ഡിവിഷണൽ മാനേജർക്ക് ഈ വിഷയത്തിന്റെ പ്രസക്തിയെ വിളിച്ചോതുന്ന നിലയിൽ ഒരു പരാതി തയ്യാറാക്കി അദ്ദേഹത്തിന് മുന്നിൽ ഈ പരാതി അവതരിപ്പിക്കുകയും ഈ പരാതിക്ക് തീർപ്പുണ്ടായില്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐയുടെ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയും സഖാക്കളും നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബ്ലോക്ക് പ്രസിഡന്റ് ഷാഗിൻ കുമാർ AG അധ്യക്ഷത വഹിച്ചു. ട്രഷറർ എബി ഷൈനു സ്വാഗതം പറഞ്ഞു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ 2 വീലറുകൾക്ക് ഈടാക്കുന്നതിനേക്കാൾ പണം പുനലൂരിൽ ഈടാക്കി വരുന്നുണ്ട്. പാസഞ്ചർ ട്രെയിനിൽ കൊല്ലത്തു പോകുന്ന ടിക്കറ്റ് ചാർജിനേക്കാൾ തുക പാർക്കിങ്ങിനായി നൽകേണ്ടി വരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു. രാത്രികാലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുന്ന സംഭവങ്ങൾ പതിവായിരിക്കെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ മുൻനിർത്തി മധുര ഡിവിഷണൽ മാനേജർക്ക് ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റി പരാതിയും നൽകി. യോഗത്തിൽ നഗരസഭാ കൗൺസിലർ S സതീഷ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിർബാരാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സെബാസ്റ്റ്യൻ, വിപിനം, ഫൈസൽ, ആരോമൽ എന്നിവർ സംസാരിച്ചു. ഫോക്സ് ന്യൂസ് പുനലൂർ.